ഈ സിനിമയിലെ മീര എന്നുള്ള ക്യാരക്ടർ അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, മീരയ്ക്ക് മുമ്പ് നമ്മളൊരു അവാർഡ് കൂടി മേടിച്ചിരുന്നു. ആ കൺഗ്രാചുലേഷൻസ് പറഞ്ഞില്ല ഞാൻ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, മീരയ്ക്ക് മുമ്പ് നമുക്ക് നമ്മുടെ ആ ഒരു ചെമ്പരത്തിപ്പൂര അന്തിമാന ചെമ്പനിയിൽ കണ്ണിറയെ ചെമ്പരത്തി, ആ പെൺകുട്ടീനെ മറക്കാൻ പറ്റില്ല. അതെ, ഇന്ത്യൻ റുപ്പി. ആ ഒരു ക്യാരക്ടറും നമുക്ക് അത്രയും മനസ്സിലേക്ക് അല്ലേ. നമുക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു റീസെന്റ് റീൽസില് ആ പാട്ട് വീണ്ടും വൈറലായി തുടങ്ങി. ഞാൻ തന്നെ ഞെട്ടിയത് കണ്ടിട്ട്. കുറെ ഞാൻ എന്നെ അങ്ങനെ തന്നെ മറന്നുപോയിരിക്കണം. ഒരു റീൽ ചെയ്താലോ ആ പാട്ടില്? ഒരു റീലായാലോ? ശരിക്കും അതൊരു റീകോളാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമ്മള് കുറച്ച് നാളൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശൂന്യത ഉണ്ടാവുന്ന ടൈമില് നമ്മുടെ ഒരു പഴയ സിനിമയിൽ അതും നമുക്ക് അപ്രിസിയേഷൻ ഒരുപാട് കിട്ടിയിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. ഒരു പാട്ട് റീകോൾ ആവുന്നു, അങ്ങനെ റീകോൾ ചെയ്യുന്ന ടൈമില് നമുക്ക് വേറൊരു അവാർഡ് നമുക്ക് കിട്ടുന്നു. ആ ഒരു ഫേസിനെ എങ്ങനെയാ ശരിക്കും പറഞ്ഞ അവാർഡ് കിട്ടിയ സമയത്ത് അവാർഡോ അതുകൊണ്ട് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല മറന്നതിന്. എന്താന്ന് വെച്ചാൽ കുറച്ചു കാലം എനിക്ക് ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ബാക്ക് സ്റ്റേജ് റിലീസായി. പക്ഷെ അത് ദൂരദർശന്റെ OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസായത്. അതിന്റെ കൺഫ്യൂഷൻ കാരണം കുറെ പേർക്ക് ഇത് കാണാൻ പറ്റിയില്ല. ഇത് ഡൗൺലോഡ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് റിലീസായിട്ട് ഈ ദൂരദർശന്റെ OTT ഇത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റാണ്ട് അച്ഛനമ്മയും ഇതെങ്ങനെ കാണും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ഇതേ സമയത്താണ് സംഭവിക്കണേ. അപ്പൊ അവാർഡ് കിട്ടിയപ്പോ അമ്മ വിളിച്ചിട്ട്, നിനക്ക് ആ സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത്, ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ. അതല്ല അമ്മ, അതല്ല, ഇത് വേറെ സിനിമ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അപ്പൊ അവരും ചോദിക്കുന്നുണ്ട്, നിനക്കത് അങ്ങനെ